ഹലോ, വെൽക്കം ബാക്ക് ടു മൈ നീതു ചാനലിലെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗ് വീഡിയോ അല്ല കേട്ടോ, ഇതൊരു ഈവനിങ് വീഡിയോ ആണ്. കാരണം രാവിലെ എനിക്കുള്ള ജോലിയെ പോലെ തന്നെ എനിക്ക് വൈകുന്നേരം കുറേ ജോലികളുണ്ട് കേട്ടോ. നമ്മൾ 3 ടൈമിലുള്ള ഫുഡാണല്ലോ ഉണ്ടാക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ഫുഡ്, പിന്നെ വൈകുന്നേരത്തെ ഫുഡ്. ഇവിടെ വൈകുന്നേരവും 2-3 ടൈപ്പ് ഫുഡുകളൊക്കെയാണ് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ഫുഡാണ് വേണ്ടത്. അപ്പം അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അഹങ്കാരമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും കാണരുത്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് അതനുസരിച്ചുള്ള ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വൈകുന്നേരം വേറെ ഫുഡ് ഉണ്ടാക്കട്ടോ. അപ്പോൾ ഒരാൾക്ക് ദോശയാണെങ്കിൽ ഒരാൾക്ക് ചപ്പാത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ച് ഫിഷ് കറി ഇരിപ്പുണ്ട്. ഞാനങ്ങനെ ഫിഷ് കറി കഴിക്കാറില്ല. കുട്ടികൾക്ക് ഫിഷ് കറിയോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് ഗ്രീൻ പീസ് കറി വെക്കാന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലും കേട്ടോ, നല്ല വൈകിട്ട് നമുക്ക് നല്ല കണക്കത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബീൻസും ക്യാരറ്റും സവാള പച്ചമുളക് ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് നമ്മുടെ ഗ്രീൻ പീസ് കുക്കറിലിട്ട് വേവിക്കാൻ പോകണം കേട്ടോ. എൻ്റെ കുക്കറിൻ്റെ അളവൊന്നും ആരും ചോദിക്കരുത് കേട്ടോ. കാരണം കുക്കറിന് സാധാരണ പണ്ടൊക്കെ അമ്മയൊക്കെ പറയുന്നത് കേൾക്കായിരുന്നു, 3 വിസിൽ കേട്ടാൽ നമ്മുടെ കുക്കറിലിരിക്കുന്ന ഫുഡ് പെട്ടെന്ന് അങ്ങ് വേഗമെന്ന് പറയായിരുന്നു കേട്ടോ. പക്ഷേ സത്യമല്ല കേട്ടോ, ഒരിക്കലും സത്യമല്ല. എൻ്റെ കുക്കറുകൾക്ക് എന്താണെന്ന് അറിയാൻ വയ്യ, 3 വിസിലിനകത്തൊന്നും വേഗാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു കുക്കറാണ് കേട്ടോ. ഇതെനിക്ക് കോംബോ ഓഫറായിട്ട് 3 കുക്കറായിട്ട് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ 3 കുക്കറും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ 2 അടയ്ക്കുന്ന അടപ്പ് 2 മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ഏറ്റവും ചെറുതാണ് കേട്ടോ. എന്നാലും ഞാൻ അത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ 2 കുക്കർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല കുക്കറാണ്, അലൂമിനിയം കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പച്ചക്കറികളെല്ലാം ഗ്രീൻ പീസിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 വിസിലൊക്കെ കേൾപ്പിക്കും. കാരണം അത്രയും കേട്ടാൽ ഇത് എനിക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഒരു വിസിലെന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടത്തിലാണല്ലോ. അപ്പോൾ നമ്മൾ വിസിലിനകത്ത് കൂടുതൽ കയറി പിടിക്കൊന്നും വേണ്ട. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ കിഴങ്ങിട്ടില്ല എന്ന് പറഞ്ഞത്. നമ്മുടെ കറിക്ക് ഒരു ഗുമ്മ വേണമെങ്കിൽ നമ്മൾ അതിനകത്തൊരു കിഴങ്ങെങ്കിലും ആഡ് ചെയ്യണമല്ലോ. കിഴങ്ങ് എപ്പോഴും പുറത്തെടുത്ത് കളയാനുള്ള കേട്ടോ, ഞങ്ങൾ അങ്ങനെ കഴിക്കൂല. അപ്പോൾ ആ ക്യാരറ്റ് മാറ്റി വെച്ചിരിക്കുന്നിട്ട് നിങ്ങൾ വിചാരിക്കും എന്താ ഇവിടെ ഈ ക്യാരറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്? ആ ക്യാരറ്റ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, ഈ വെള്ളം ഞാൻ തണുത്ത വെള്ളമല്ല ഒഴിക്കുന്നത്. എനിക്ക് ചെറിയ ചൂട് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉള്ളതുകൊണ്ട് ഒഴിച്ചതാണ്. നമുക്ക് ഈ കുക്കർ അങ്ങോട്ട് അടച്ചിട്ട് നമുക്ക് ഗ്രീൻ പീസ് കറിക്കുള്ളത് വേകാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം അല്ലേ. അപ്പോൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് എനിക്കിനി വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേണം എനിക്കൊരു കട്ടൻ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ. ഞാൻ നേരത്തെയൊക്കെ പാൽച്ചായ ആയിരുന്നു രാവിലെയും വൈകുന്നേരം ഒക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ സ്വയം വിചാരിച്ചു, എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ പാല് ശരീരത്തിന് വലിയ ഗുണമുണ്ട്, ഒരുപാട് ഗുണമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് ദോഷവും ചെയ്യാറുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ച് ഞാനൊരു കട്ടനാക്കിയിട്ട്, അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ വന്ന് വന്നിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 10-11 ചപ്പാത്തിയൊക്കെ മതിയാവും, നമുക്കും 4 പേർ കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടുവൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഗ്രീൻ പീസ് കറി ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഗ്രീൻ പീസ് കറി. ഞാൻ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുക കേട്ടോ. തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മസാല കറിയായിട്ട് വെക്കാം. എൻ്റെ കുട്ടികൾക്ക് ഇച്ചിരി മസാല കറിയായിട്ടൊക്കെ വെക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മുടെ കട്ടനും അതിനിടയ്ക്ക് കുടിക്കാമല്ലോ. അപ്പം അടുത്ത് ഞാൻ കടുവൊക്കെ പൊട്ടിക്കാനിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുകയുണ്ടായി. നമ്മളൊക്കെ ഇവിടെ എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള. എല്ലാവരും ഒന്നും നമ്മൾ കറികൾ വെക്കുമ്പോൾ ജീരകം ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വേറെ ഏതോ നാട്ടിൽ ആരോ ഇങ്ങനെ കറി വെക്കുന്നത് അവരെല്ലാ കറിക്കും ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ജീരകം എന്ന് പറയുന്നത് ദോഷം ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ, എന്നാൽ ഞാനൊന്ന് കറിക്ക് ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജീരകം അങ്ങനെ ചേർക്കണം കേട്ടോ. എന്ന് പറയും തോരനവിയലിലും മോരിനൊക്കെ ഞാൻ ജീരകം ചേർക്കാറുണ്ട്. ഞാൻ മസാല കറിയൊക്കെ അങ്ങനെ ഞാൻ ജീരകം, കടലക്കറിക്കൊക്കെ ജീരകം ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഗ്രീൻ പീസ് കറിക്ക് അങ്ങനെ ചേർത്തിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു തക്കാളിയുടെ ഒരു പാതി ഞാൻ ഇടുന്നത്. കാര്യം നമ്മൾ മസാല കറിക്ക് പുളി കൂടാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത പൊടികളൊക്കെ തരണം. ഇങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൈ തട്ടി ഒരു ചട്ടുവെന്നാണ് താഴെ വേണ്ടി. ഇത് ചട്ടുവെന്ന് തന്നെയല്ലേ പറയണത് നിങ്ങളുടെ നാട്ടിലൊക്കെ? ഞാനിവിടെ ചട്ടുവെന്നാന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ. അതിന് വേറൊരു പേരുണ്ടോ എന്ന് ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ നോക്കണം. എന്തായാലും കാണില്ല, നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി കുറച്ച് ഞാൻ കുക്കറിൽ വേഗം നേരം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. കടയിലെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ മഞ്ഞപ്പൊടിയൊക്കെ തീർന്നു. അപ്പോൾ ഈ മഞ്ഞൾ കളർ കുറവായതുകൊണ്ടാണ് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ നന്നായിട്ട് വെന്നിട്ടുണ്ട്. അതിലുള്ള വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടുണ്ട്. നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വെജിറ്റബിൾ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളൊക്കെ കുറച്ച് വെജിറ്റബിളൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ചുമ്മാതാണ് കേട്ടോ. ഈ പിള്ളേർ വെജിറ്റബിൾ മൊത്തം വറക്കി മാറ്റും, എന്നിട്ട് ആ കറി മാത്രം കഴിക്കും കേട്ടോ. അതാണ് ഇപ്പോൾ കറിക്ക് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നതൊന്നും അല്ല കേട്ടോ, കാണാൻ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ കറിയെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ക്ലീനിങ് ആണല്ലോ. അപ്പോൾ ഈ കറി ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം എനിക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാൻ. എൻ്റെ ദൈവമേ, സത്യം പറയാമല്ലോ, എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള പ്രധാനമായിട്ട് അവർക്ക് പറയാനുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ചോറും കറിയും വെക്കുന്നതോ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതോ ആയിരിക്കത്തില്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഏറ്റവും അവസാനം വരുന്ന ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, ആ ക്ലീനിങ്ങിലാണ് നമ്മളെ നമിച്ചു തരേണ്ടത്. കാരണം ഏറ്റവും വലിയ റിസ്ക് ഉള്ള പണിയും ഏറ്റവും എത്ര തീർത്താലും തീരാത്ത ഒരു പണിയെന്ന് പറയുന്നത് ക്ലീനിങ് തന്നെയാണല്ലേ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ തുടച്ചിരിക്കണം കേട്ടോ. അത് എന്താണെന്ന് അറിയത്തില്ല, നേരത്തെ തൊട്ടേ എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമാധാനമായിട്ട് പോരുന്ന എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചോറൊക്കെ കഴിക്കുന്ന സമയമൊന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. കാരണം എല്ലാവരും കഴിക്കുന്ന ടൈമിൽ ഞാൻ കഴിക്കണമെന്നില്ല, എനിക്ക് തോന്നുന്ന ടൈമിലാണ് കഴിക്കുക. എൻ്റെ പണികളെല്ലാം എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കുക, സുഖമായിട്ട് കിടന്ന് കുറച്ച് നേരം ഫോൺ നോക്കുക, കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, അടുത്ത പരിപാടി തുടങ്ങി. ഇതാണ് നമ്മുടെ പ്രധാന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.